അക്ഷയ്, എറണാകുളം ജില്ലയിൽ ഇത്തവണ മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 61%, പക്ഷേ ഇത്തവണ ഇതാ 73.48% പോളിംഗ് കുതിച്ചുയർന്നിട്ടുണ്ട്. പുരുഷ വോട്ടർമാർ ഏതാണ്ട് 74% പോളിംഗ് ബൂത്തിലെത്തി. ഇതുവരെ ഈ സമയം വരെ സ്ത്രീ വോട്ടർമാർ 71.99% എത്തി. ട്രാൻസ്ജെൻഡേഴ്സ് 34% വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ 73.48% പോളിംഗ് കുതിച്ചുയർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മരടിലാണ്. ഇവിടെ 23-ാം ഡിവിഷനിലെ പോളിംഗ് ബൂത്താണ്. ഇവിടെ രാവിലെ മുതൽ വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ആളുകൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ കുറേ അധികം പേർ മടങ്ങിപ്പോവുകയും പിന്നീട് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറേ സമയമായോ ക്യൂ നിൽക്കുന്നു? 4:30 തുടങ്ങി. 4:30 അപ്പോൾ വലിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. എന്താ ഇത്ര താമസം? മന്ദഗതിയിലാണ് അപ്പോൾ? അതെ, കുറെ ആൾക്കാരൊക്കെ ചെയ്യാതെയൊക്കെ പോയായിരുന്നു. വോട്ട് ചെയ്യാതെ പോകേണ്ടി വന്നു. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 2 മണിക്കൂറായിട്ട് ക്യൂവിലാണ്. വോട്ട് ചെയ്തിട്ടേ പോവുള്ളൂ, ക്യൂ സാരമില്ല എന്നാണ്. അതെ, ഇരിക്കാന്ന് വിചാരിച്ചല്ലേ? എന്താ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു? കുറെ നേരം നിൽക്കേണ്ടി വന്നു. ജോലി കഴിഞ്ഞ് വന്നതാണ്. ഇതാ ഇത്രയും ആളുകളൊക്കെ 4:30 മുതൽ വന്ന് നിൽക്കുന്നതാണെന്ന് പറയുന്നത്. ഇവിടെ ഈ പോളിംഗ് അല്പം മന്ദഗതിയിലാണെന്നൊരു ആക്ഷേപം രാവിലെ മുതലുണ്ട്. ഏതാനും ആളുകൾക്കൊക്കെ പ്രായമായവരൊക്കെ വന്ന് തിരിച്ചു പോകേണ്ടി വന്നു എന്ന ആക്ഷേപമുണ്ട്. ഏറ്റവും അധികം ആളുകൾ 1000-ഓളം വോട്ടർമാരുണ്ട്. പക്ഷേ അല്പം സാവകാശമാണ് നടക്കുന്നതെന്നൊരു ആക്ഷേപമുള്ളത്. കുറേ നേരമായി 1.5 മണിക്കൂറായി നിൽക്കുന്നു. എന്ത് പറ്റിയത് ഇത്ര സ്ലോ ആവാൻ? 3 പ്രാവശ്യം വന്ന് തിരിച്ചു പോയതാണ്. അപ്പോഴെല്ലാം നീണ്ട ക്യൂ ആയിരുന്നു ഇവിടെ. അങ്ങനെ ലാസ്റ്റ് തിരക്ക് കുറയുമെന്ന് കരുതിയാണ് ഇപ്പോൾ വന്നത്. ഇപ്പോഴും ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. ഒരുപാട് ആളുകൾ തിരികെ പോയി രാവിലെ മുതൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാം 2-3 പ്രാവശ്യം വന്നതിന് ശേഷമാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത്. എന്തായാലും അവസാന നിമിഷം വന്ന് ചെയ്യാൻ തന്നെ ഉറപ്പിച്ചു. വോട്ട് പാഴാക്കാൻ പാടില്ല. കാരണം ഇത്രയും നാളും പോസ്റ്റൽ വോട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഡയറക്റ്റ് വോട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. ഇതേപോലെ തന്നെയാണോ? 1.5 മണിക്കൂറായി ക്യൂവിലാണോ? ഇല്ലല്ല, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. 1.5 ഞാൻ സ്ഥാനാർത്ഥിയുടെ ഏജന്റാണ്. കാലത്ത് 7 മണി തുടങ്ങിയുള്ള ക്യൂ ഇതേവരെയും ഒരു കുറവില്ല. ഈ പ്രിസൈഡിങ് ഓഫീസർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണം. അവരുടെ ഒറ്റ നിലപാട് കാരണമാണ് ഈ ക്യൂ ഇത്രയും നേരം. ഇവരൊക്കെ എതിരെ ശരിക്കും പറഞ്ഞാൽ കളക്ടർ നടപടി എടുക്കേണ്ടതാണ് ഈ പ്രിസൈഡിങ് ഓഫീസർക്ക്. എന്താ നിങ്ങളുടെ ഒരു ആക്ഷേപം? എൻ്റെ ആക്ഷേപം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ ഒരുപാട് സമയം കൊടുക്കുന്നുണ്ട്. ഒരു വോട്ട് ചെയ്യാൻ 1.5 മിനിറ്റ് 2 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട്. അത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ 1374 വോട്ടർമാരുണ്ട്. രാവിലെ തന്നെ ഇതാണ്. അവരോട് എല്ലാവരും ഞങ്ങൾ അവരോട് വഴക്കിടേണ്ടി വന്നു. പക്ഷെ ഒരു വിട്ടുവീഴ്ച അവർ ചെയ്യാൻ തയ്യാറില്ല. ഞങ്ങൾക്ക് കക്ഷികൾക്ക് ഒരു പ്രശ്നമില്ലെങ്കിലും അവർക്ക് പ്രശ്നമുണ്ട്. അതാണ്. എന്തായാലും അങ്ങനെ ഒരു പരാതി കൂടി ഇവിടെ നിന്ന് ഉയരുന്നുണ്ട്. 1.5 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് വോട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. രാവിലെ വന്ന് ചേട്ടൻ പറഞ്ഞത് 4 തവണ വന്ന് അവസാനം ഇത് 5-ാം തവണ വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതൊരു വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുറച്ചധികം സമയം 2-3 മിനിറ്റൊക്കെ ഒരാളുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ എടുക്കുന്നു എന്നൊരു പരാതിയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. നേരത്തെ ചോദിച്ചത് കിഴക്കമ്പലത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്. അവിടെ 2020 സാബുൻ ജേക്കബ് വോട്ട് എത്തുകയും പിന്നീട് മാധ്യമങ്ങളോട് ബൂത്തിനടുത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്തതാണ് ചെറിയൊരു പ്രശ്നത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്താൻ കാരണമായത്. CPM-ന്റെയും UDF-ന്റെയും നേതാക്കൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് തങ്ങളുടെ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ പോലീസ് അവിടെ നിന്ന് മാറ്റി. പക്ഷേ സാബുൻ ജേക്കബ് മാധ്യമങ്ങളോട് അതേ ബൂത്തിൽ നിന്ന് സംസാരിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. അത് അല്പസമയം നേരിയ തോതിലുള്ള വാക്കുതർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. നേരത്തെ തന്നെ അറിയാം 2020-യുമായി ബന്ധപ്പെട്ട് LDF-നും UDF-നും ഒക്കെ വലിയൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം ഇലക്ഷൻ്റെ അന്ന് അവിടെ വന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. മറ്റു പ്രശ്നങ്ങൾ അവിടെയില്ല. എറണാകുളം ജില്ലയിൽ മികച്ച പോളിംഗ് ഇത്തവണ രേഖപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാർ ഇതാ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിയാണ്. എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത് 6 മണിവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം നമുക്ക് 7 ജില്ലകളിലെ പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത് എറണാകുളത്ത് തന്നെയാണ്. 73.36% പോളിംഗ് ആണ് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ 70.26%. ആലപ്പുഴയാണ് രണ്ടാമത് പോളിംഗിലെത്തിയിരിക്കുന്നത്, 72.74%. കൊല്ലത്ത് 69.32%. തിരുവനന്തപുരത്ത് 65.93%. ഒപ്പം കോട്ടയത്ത് 69.77%. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് 6 മണിവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കിൽ നിന്നും ലഭ്യമാകുന്ന ഔദ്യോഗികമായിട്ടുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. ഇതിൽ മാറ്റമുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമാകും. ഒപ്പം തന്നെ പല ഇടങ്ങളിലും ഇപ്പോഴും ആളുകൾ ക്യൂവിൽ തന്നെ തുടരുന്നുണ്ട്. ആളുകളൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. 100 കണക്കിന് ആളുകളൊക്കെ ക്യൂ നിൽക്കുന്ന പല പോളിംഗ് ബൂത്തുകളും ഇപ്പോഴും ഉണ്ട് വിവിധ ഇടങ്ങളിലായി എന്നുള്ളതാണ്.
AK സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ ഇപ്പോൾ ഏത് പോളിംഗ് ബൂത്തിലാണ് ഉള്ളത്? അവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും അവിടെയും ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ പോളിംഗ് മന്ദഗതിയിൽ പോകുന്നു എന്നുള്ള പരാതിയുള്ള ഇടമാണോ? എവിടങ്ങളിലൊക്കെയാണ് തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടാകുന്നത്? പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് പൂന്തുറ വാർഡിലാണ്. ഇവിടെ ഇനിയും കുറച്ച് സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ഇത് 4-ാം നമ്പർ ബൂത്താണ്. പൂന്തുറ വാർഡിലെ 4-ാം നമ്പർ ബൂത്തിലാണ് ഈ കാഴ്ച. എല്ലാം സ്ത്രീകളാണ്. പുരുഷന്മാരെല്ലാം വോട്ട് ചെയ്ത് പോയി. അവരുടെയും ഒരു നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. നേരത്തെ ചെറിയ തോതിലുള്ളൊരു സംഘർഷവും ഇവിടെ ഉണ്ടായിരുന്നു. പോലീസും അതോടൊപ്പം തന്നെ ഇവിടെ കൂടി നിന്നിരുന്ന ആളുകളും തമ്മിൽ ചെറിയ ഏറ്റവും ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരാൾ ഇവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ബൂത്ത് ഏജന്റ് അദ്ദേഹം നേരത്തെ വോട്ട് ചെയ്യാൻ എത്തിയതാണ്, അത് കള്ള വോട്ടാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് വലിയ തോതിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയുമുണ്ടായി. പിന്നെ പോലീസ് ഇടപെട്ടാണ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരെല്ലാം തന്നെ ഇവിടുന്ന് മാറ്റിയത്. കുറേ പേർ ഇവിടെ വോട്ട് ചെയ്തിട്ടും തടിച്ചുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. 6 മണിക്ക് ശേഷം ഇവിടെ കാത്തുനിന്നവർക്കെല്ലാം തന്നെ ഇപ്പോൾ ടോക്കൺ നൽകിക്കൊണ്ടാണ് ഇനി വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം കുറച്ച് പേർ, ഏതാണ്ട് ഒരു 10-25 പേർ ഇനിയും വോട്ട് ചെയ്യാനുണ്ട്. ഗതിയിലാണോ എങ്ങനെയാ പോകുന്നത്? ടോക്കൺ കിട്ടിയോ? ടോക്കൺ കിട്ടി. എന്തായാലും വോട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ടോക്കൺ ഒക്കെ കിട്ടി. കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നുണ്ടോ? മണിക്കൂറിന് മേലെയായി. എന്ത് പറ്റിയതാ ഒരു കാലതാമസം എന്നാ മനസ്സിലാക്കുന്നത്? പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് കയറുന്നുണ്ടായിരുന്നേ, അതാണ് വലിയ പ്രശ്നമായത്. അങ്ങനെ ഏതായാലും 1.5 മണിക്കൂറായി കാത്തു നിൽക്കുന്നവരാണ്. അവർക്കിപ്പോൾ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളാണ് എല്ലാവരും ഉള്ളത്. ഈ ബൂത്തിൽ മാത്രമേ ഇപ്പോൾ ഏതായാലും ഇനി വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുള്ളൂ. മറ്റേതെല്ലാം തന്നെ അവസാനിച്ചു. 6 മണിയോടുകൂടി തന്നെ അവസാനിച്ചു. നേരത്തെ അവർ നേരത്തെ ചില സംഘർഷങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ വോട്ടുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ വോട്ട് ചെയ്തവർ വീണ്ടും എത്തിയുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറും പോലീസും ഒക്കെ ഇടപെട്ടാണ് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചപ്പോൾ ഇപ്പോൾ ഏതായാലും നിലവിൽ സ്ഥിതികൾ ശാന്തഗതിയിലാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ കൃത്യമായി ടോക്കൺ നമ്പറും ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 25 പേർ മാത്രമേ ഇനിയുള്ളൂ. ഒരു 3/4 മണിക്കൂറിനകം തന്നെ വോട്ട് എല്ലാവർക്കും പൂർത്തിയാക്കി മടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.